ഈ കാര്യം നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ നമ്മൾ ബുദ്ധിപരമായി വേണ്ട വീണ്ടും വീണ്ടും ഉറപ്പിക്കണം. ഒരു കാര്യം ആവർത്തിച്ചുറപ്പിക്കുമ്പോഴാണ് ആ കാര്യം ജ്ഞാനരൂപത്തിൽ നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുക. ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് പഠിക്കുമ്പോൾ നമുക്കത് ഉറച്ചു കിട്ടും. എന്നാൽ അത് ശരിക്കുള്ള ജ്ഞാനമായി മാറണമെങ്കിൽ, വിജ്ഞാനം ആവണമെങ്കിൽ, അതായത് മറക്കാത്തൊരനുഭവമായി മാറണമെങ്കിൽ നമ്മളത് പരിശീലിക്കുകയും വേണം. ആ പരിശീലനമാണ് ധ്യാനം. അപ്പോൾ ഇവിടെ ഋഷിവര്യന്മാർ കണ്ടെത്തിയതിനെ കണ്ടെത്താൻ മനുഷ്യർക്ക് വേണ്ടത് രണ്ട് സാധനമേ ഉള്ളൂ. ഒന്ന് ജ്ഞാനവും, രണ്ട് ധ്യാനം. ഇപ്പം ജ്ഞാനത്തിൽ ആദ്യത്തെ ജ്ഞാനാവസ്ഥ എന്ന് പറഞ്ഞാൽ ഗുരു മുഖത്തിൽ നിന്നും കേൾക്കലാണ്. നമ്മൾ കേൾക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ നമ്മൾ കേൾക്കുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു. പറയുന്നത് വളരെ ശാസ്ത്രീയമാവണം, യുക്തി സഹിതമാവണം. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ചോദ്യം അതിൻ്റെ അകത്തുണ്ടെങ്കിൽ, നമുക്ക് സംശയമുണ്ടെങ്കിൽ ആ കാര്യം വ്യക്തമായിട്ടില്ല. അപ്പം എല്ലാ സംശയങ്ങളെയും മാറ്റിക്കൊണ്ട് ശാസ്ത്രീയമായി, യുക്തിനിഷ്ഠമായി, സംശയരഹിതമായി മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് ആ ജ്ഞാനം നമുക്ക് വ്യക്തമായി എന്ന് പറയാൻ പറ്റുക. നമ്മളൊരാൾ പറയുന്നതിനെ ബ്ലൈൻഡ്ലി റിപ്പീറ്റ് ചെയ്തത് കൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ ജ്ഞാനമാവില്ല. കാരണം നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും സംശയങ്ങളുണ്ടാവും. അപ്പം സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജ്ഞാനം വന്നിട്ടില്ല. അപ്പം അത് ജ്ഞാനമല്ല, അത് വെറും ഒരു ഇൻഫർമേഷനാണ്. എന്നുവെച്ചാൽ ആരോ പറഞ്ഞതിനെ നിങ്ങൾ കേട്ടു, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ അതുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ സംശയങ്ങളുണ്ടോ ഈ സംശയങ്ങളൊക്കെ നമ്മൾ ദൂരീകരിക്കണം. അപ്പം നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ചോദിക്കണം. ഇതിങ്ങനെയാണോ, ഇങ്ങനെയല്ലേ? അതാണ് പലരും ഉണ്ടല്ലോ, ചോദ്യങ്ങൾ ചോദിക്കാതെയാണ് പലതും, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചിന്തിക്കാതെയാണ് പലതും ബ്ലൈൻഡ്ലി കേൾക്കുന്നത്. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ പരീക്ഷത്ത് മഹാരാജാവ് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ശ്രീശുക ബ്രഹ്മർഷിയോട്, പരീക്ഷത്തിന് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രീശുക ബ്രഹ്മർഷിയോട് പരീക്ഷത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പരീക്ഷത്തിൻ്റെ മനസ്സ് അത് ശരിയാണോ അല്ലേ എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഒരുപക്ഷെ നമ്മളായിരുന്നു ശ്രീശുഖൻ്റെ മുഖത്തുനിന്ന് കേട്ടെങ്കിൽ എന്താണ്, പൊട്ടനെ പോലെ കേട്ടുപോരുമായിരുന്നു. കാരണം നമുക്കതിന് പിന്നിലുള്ള ചോദ്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ സാമ്പാറിൽ ഉപ്പില്ലാത്തതിന് ബഹളവും വയ്ക്കും. അത്രയേ ഉള്ളൂ, നമുക്കത് ഉറക്കില്ല. കാരണം നമ്മൾ ഈ കേൾക്കുന്നതും ജീവിതവുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പം പിന്നെ എങ്ങനെ ഈ കേട്ടതുകൊണ്ട് ഗുണമുണ്ടാവുന്നത്? അപ്പം നമ്മൾ ഈ കേൾക്കുന്നതിനെ നമ്മുടെ ഉള്ളിൽ ഉറപ്പിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള സകല സംശയങ്ങളും തീരണം. അപ്പം സംശയങ്ങൾ എങ്ങനെ ഉണ്ടോയെന്നറിയാം. സംശയം ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഭൂരിപക്ഷം ആളുകൾക്ക് സംശയം ഉണ്ടാവില്ല. കാരണം ചിന്തിച്ചാലല്ലേ സംശയമുള്ളൂ. ചിന്തിക്കാത്തവർക്ക് പ്രത്യേകിച്ച് സംശയമില്ല. അപ്പം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ വായിക്കണം, കൂടുതൽ നമ്മുടെ ജീവിതവുമായിട്ട് ഈ പഠിച്ചതിനെ, കേട്ടതിനെ താരതമ്യം ചെയ്യണം. എന്ന് വെച്ചാൽ കണക്ട് ചെയ്യണം. ഇപ്പോൾ ബോധം, അതിൽ യാതൊന്നും ബാധിക്കുന്നില്ല, പക്ഷെ എന്നെ പലതും ബാധിക്കുന്നു. അതെങ്ങനെ ശരിയാവുക? അപ്പം എന്തുകൊണ്ടാണ് എന്നെ പലതും ബാധിക്കുന്നത്? അപ്പം ചോദ്യം വന്നില്ലേ? പറയൂ. ഞാൻ പല വാസനകൾക്കും അടിമപ്പെട്ടിരിക്കുകയാണ്. ഈ വാസന ഉള്ളിടത്തോളം കാലം എനിക്ക് ബോധത്തെക്കുറിച്ച് പറയാമെന്നല്ലാതെ എനിക്കതുകൊണ്ടും പ്രയോജനം. അപ്പം എങ്ങനെയാണ് ഈ വാസനയിൽ നിന്ന് പുറത്ത് കിടക്കുക? നിങ്ങൾ വിവേക ചൂടാമണിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ശിഷ്യൻ കോനാമബന്ധ കഥമേഷ മോക്ഷ. എങ്ങനെയാണ് മോക്ഷം? എങ്ങനെയാണ് ബന്ധം? അല്ലേ? എങ്ങനെയാണ് ഞാൻ ഈ ബന്ധനത്തിൽ നിന്നും പുറത്ത് കിടക്കുക എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് കാരണം അവരവരുടെ ജീവിതാനുഭവങ്ങളുമായി അവർ ആ കേൾക്കുന്നതിനെ ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം അവരുടെ ദൗർബല്യങ്ങളെ കാണണം, നമ്മുടെ ദൗർബല്യങ്ങളെ നമ്മൾ കാണണം. നമ്മൾ പല ദൗർബല്യങ്ങളിൽ കുരുങ്ങി കിടക്കുന്നവരാണ്. അപ്പം എങ്ങനെ എനിക്ക് എൻ്റെ ദൗർബല്യങ്ങളിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റും? അപ്പോഴേ ഈ കേട്ടത് നമുക്ക് വ്യക്തിപരമായി പ്രയോജനപ്പെടുള്ളൂ. അല്ലെങ്കിൽ ഒരു വശത്ത് ഈ കേട്ട അറിവുണ്ടാവും, വേറൊരു വശത്ത് നമ്മുടെ എല്ലാ വൈകല്യങ്ങളും എല്ലാ സ്വഭാവങ്ങളും
അവിടെ കിടക്കും. ഒരു മാറ്റവും നമുക്ക് വ്യക്തിപരമായി ഉണ്ടാവില്ല. അപ്പം പിന്നെ ഈ കേട്ടതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി? നമുക്ക് പറയാം ഞാൻ ഹരിനാമകീർത്തനവും കൂടെ പഠിച്ചു എന്ന്. എന്നിട്ട് പഠിച്ചിട്ടെന്ത്? ശങ്കരൻ അപ്പോഴും തെങ്ങ് തന്നെയാണെങ്കിൽ ഈ കേട്ടതുകൊണ്ടൊന്നും 1000 ഗ്രന്ഥങ്ങൾ കേട്ടിട്ടും കാര്യമില്ല. അപ്പം നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മളിത് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണ്, നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ഞാൻ എങ്ങനെ മറികടക്കും, ഇതെങ്ങനെ ഞാൻ പുറത്തു കടക്കും. അപ്പം അതിൻ്റെ ഒരു പരിശീലനം കൂടി ആകുമ്പോൾ ഈ കേട്ടത് നമുക്ക് ക്രമേണ ജീവിതത്തിൽ ശരിയാണെന്ന് ഉറപ്പ് വരുമ്പോൾ പിന്നെ നിങ്ങളുടെ ജ്ഞാനം പുസ്തകജ്ഞാനമല്ല, നിങ്ങളുടെ ജ്ഞാനം സ്വന്തം അനുഭവജ്ഞാനമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പരിശീലിക്കാൻ എന്ത് വേണം? ധ്യാനം വേണം. അപ്പം ജ്ഞാനം കേട്ടതിനെ ധ്യാനത്തിലൂടെ നമ്മൾ പരിശീലിച്ചുറപ്പിക്കണം. അപ്പം എന്താ ഈ ധ്യാനം എന്ന് പറയുന്നത്? നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പഠിക്കും. എങ്കിലും പറയാണ്, ധ്യാനം എന്ന് പറയുന്നത് ബ്ലൈൻഡ്ലി ഒരു മന്ത്രം ചൊല്ലല്ല. ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ നിരന്തരം ഒരു ജപിച്ച് ശീലിക്കുമ്പോൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകൾ വരുമ്പോഴേക്കും നമ്മൾ ആ മന്ത്രങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധ തിരിക്കാനുള്ളൊരു കഴിവും പ്രാപ്തിയും നേടിയെടുത്ത് നമ്മളെ ആ അസ്വസ്ഥതയിൽ നിന്ന് മാറ്റിയെടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ആ ബോധത്തിൻ്റെ ശക്തി എനിക്ക് ഈ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നുണ്ട്. പണ്ടാണെങ്കിൽ എനിക്കിങ്ങനെ എൻ്റെ ശ്രദ്ധ മാറ്റാൻ കഴിയുമായിരുന്നില്ല. അന്ന് ഞാൻ ആ ഒരു പ്രശ്നത്തിൽ തന്നെ അസ്വസ്ഥനായി കുരുങ്ങിക്കിടന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അപ്പോഴേക്കും മൂഡ് ഓഫായി. മനസ്സിലായില്ലേ? അത് ചിലരുടെ വാക്കാണെങ്കിൽ ഹൃദയത്തിലല്ല, അതിനപ്പുറത്തേക്ക് തട്ടിപ്പോകും. അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ വേദനയിൽ നിന്ന്, ആ വാക്കിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പോലും അതാണ് രസം. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പലരും കുത്തുവാക്കുകളും കുത്തുവാള എടുപ്പിക്കും. അപ്പം അങ്ങനെയൊക്കെ പല ജീവിതാനുഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ എത്ര കണ്ട് ഇത് അലട്ടുന്നുണ്ട് എന്നത് പരിശോധിക്കേണ്ടത് ആരാണ്? അപ്പം നമ്മൾ കേട്ടതിനെ അവിടെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മൾ നല്ലവണ്ണം പരിശീലിച്ചുറപ്പിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഞാൻ കേട്ടത് എനിക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. ഈ ബോധത്തിന് എന്നെ ഉയർത്താനുള്ള, എന്നെ മാറ്റിയെടുക്കാനുള്ളൊരു ആ ജ്ഞാനം പുസ്തകജ്ഞാനമാണോ? ആണോ? അത് പുസ്തകത്തിൽ നിന്ന് കേട്ടതല്ല. പുസ്തകത്തിൽ നിങ്ങൾ പഠിച്ചത് എന്താണ്? ബോധത്തെ ഒന്നും ബാധിക്കുന്നില്ല എന്നാണ്. അത് ബൈഹാർട്ട് പഠിച്ചതുകൊണ്ട്, അത് മനപ്പാഠം പഠിച്ചതുകൊണ്ട് അവ്യക്തം അല്ലെങ്കിൽ അച്യുതം, അച്യുതം എന്ന് പറഞ്ഞാൽ ച്യുതിയില്ലാത്തവൻ, അങ്ങനെ ച്യുതിയില്ലാത്തവനാണ് ബോധമെങ്കിൽ നമ്മളൊരു വിഷമം വരുമ്പോഴേക്കും ഡീം എന്നുവെച്ചാൽ ച്യുതി മാത്രമല്ല, ചതിയിലാണ്. നമ്മൾ വലിയ ചുഴിയിലാണ്. അപ്പം നമ്മൾ ചുഴിയിൽപ്പെട്ട് കിടക്കുന്നവനോട് പറയുകയാണ് എന്ത്? ബോധത്തിന് ച്യുതിയില്ല, ബോധത്തിനൊരു മാറ്റവുമില്ല. നമ്മളും അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പറയൂ, ഇല്ല. കാരണം നമ്മളെ ബോധത്തിൻ്റെ ഈ എന്താ പറയുക ച്യുതിയില്ലായ്മ അവസ്ഥയെക്കുറിച്ച് തത്തമ്മേ പൂച്ച എന്ന് പറയുന്നിട്ടേ ഉള്ളൂ. അച്യുത കേശവ എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നു മാത്രം. നമ്മളും അതുമായിട്ട് ഒരു ബന്ധമില്ല. എന്നാൽ നമ്മൾ ധ്യാന പരിശീലനത്തിലൂടെ മനസ്സിനെ പ്രാപ്തമാക്കി ച്യുതിക്കുള്ള ഒരു അനുഭവം വരുമ്പോൾ നമ്മൾ അതിൽ നിന്നും കയറിയെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അച്യുത എന്ന് വിളിക്കുന്നതും അതിനു മുമ്പ് അച്യുത എന്ന് വിളിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടോ? എന്താ വ്യത്യാസം? ആദ്യത്തേത് തത്തമ്മയാണ്, രണ്ടാമത്തേത് നിങ്ങളുടെ അനുഭവമാണ്, നിങ്ങളുടെ പരിശീലനത്തിലൂടെ കിട്ടിയ നിങ്ങളുടെ മെച്യൂരിറ്റിയാണ്, നിങ്ങളുടെ പക്വതയാണ്, അല്ലേ? ആ അറിവ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മാറുമോ? അത് മാറുമോ? എന്നാൽ ആദ്യത്തേത് നമ്മുടെ ഉള്ളിൽ നിന്നും മാറാനുള്ള സാധ്യത ഉണ്ട്. കാരണം അതും വെറുതെ മനപ്പാഠം പഠിച്ചതാണ്. അതുകൊണ്ട് നമുക്കെങ്ങനെയാണ് ഈ അറിവ് നമ്മുടെ ഉള്ളിൽ എന്താ പറയുക അധിഷ്ഠിതമാക്കുക, നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ സാധിക്കുക എന്നുകൂടെ ഇവിടെ എഴുത്തച്ഛൻ ഇവിടെ കാണിച്ചു തരികയാണ്. അപ്പം നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കിടക്കാം.
നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്തൻ അനാദിഹീനനബി ചിത്തത്തിലച്യുതാ കളിപ്പന്തലിട്ടുവിള ആടിയിടുകൻ മനസി നാരായണായ നമാം. നത്താരിൽ, നത്താരി മാനിനി. നത്താരി എന്ന് പറഞ്ഞാൽ പൂവിനെയാണ് നത്താര് എന്ന് പറയുക. നത്താരിൽ മാനിനി എന്ന് പറഞ്ഞാൽ പൂക്കളുടെ പൂമാതാവായിരിക്കുന്ന ലക്ഷ്മിയുടെ മണാളൻ. മണാളൻ എന്ന് പറഞ്ഞാൽ കാന്തൻ. അത് പൂമാതാവ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി വിളിക്കുന്ന പേരാണ്. അപ്പൊ ലക്ഷ്മി ദേവിയുടെ മണാളൻ. മണാളൻ കാന്തൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാനെ പറയണം. അപ്പൊ ലക്ഷ്മിയുടെ ഭർത്താവിന് വിഷ്ണു എന്ന് വിളിക്കുന്നതിന് പകരം വിളിച്ച പേരാണ് എന്ത്? നത്താരിൽ മാലിനി മണാളൻ. ഇങ്ങനെ വിഷ്ണുവിനെ വിളിച്ചാൽ എങ്ങനെ ഇരിക്കും? വിഷ്ണു എന്നുള്ള ഒരാളെ വിളിക്കാൻ നല്ലൊരു പേരാണ്. എന്താണ്? നത്താരിൽ മാനിനി മണാളൻ. ഈ പൂമാതാവ് ദേവിയെ വിളിക്കുന്ന ഒരു പേരാണ് പൂമാതാവ്. നിങ്ങൾ ഇങ്ങനെയൊരു നമ്മുടെ ഒരു പഴയ പാട്ട് കേട്ടിട്ടുണ്ടല്ലോ, ആലായാൽ തറ വേണം അടുത്തൊരു അമ്പലം വേണം. അതിൽ ഈ ഒരു ശബ്ദമുണ്ട്. ഏത്? പൂമാതിരി മകളായാൽ. ആ ശബ്ദം കേട്ടില്ലേ? അങ്ങനെ ഒരു കേട്ടില്ല? പൂമാതിരി മകളായാൽ അടക്കം വേണം. അങ്ങനെ ഒരു ഇതില്ലേ അതില്? പൂമാതിരി മകള്. അപ്പൊ ഞാനിത് വായിച്ചപ്പോൾ അതാ ഓർത്തത്. പണ്ടുള്ളവർ ഈ ലക്ഷ്മി ദേവിയെ വിളിച്ചത് പൂമാതിരി പറഞ്ഞാൽ ലക്ഷ്മി സൗന്ദര്യവതിയാണ്, ഏറ്റവും ഐശ്വര്യമുള്ളതാണ്. അതുകൊണ്ടായിരിക്കാം ഏതുമായി താരതമ്യം ചെയ്തത്? പൂക്കളായിട്ട് താരതമ്യം ചെയ്തത്. അപ്പം പൂമാതിരി മകൾ എന്ന് പറഞ്ഞാൽ പൂ പോലുള്ള എല്ലാ സർവ ഐശ്വര്യ ലക്ഷണങ്ങളും നിറഞ്ഞ ലക്ഷ്മി ദേവിയുടെ എന്താണ്? നത്താരിൽ മാനിനി മണാളൻ. മാലിനിയുടെ മണാളൻ എനിക്ക് തോന്നുന്നു അതിന്നായിരിക്കും മണവാളൻ എന്നൊക്കെയുള്ള പേര് വന്നത്. മണാളൻ എന്ന പേരിൽ നിന്ന് മണവാളൻ എന്നൊക്കെയുള്ള ശബ്ദം വന്നിട്ടുണ്ടാവുക. ആ ആള് ആരാണത്? പുരാണ പുരുഷൻ. പുരാണം എന്ന് പറഞ്ഞാൽ പുരാണങ്ങളിൽ എഴുതി വെച്ച പുരുഷനല്ല. പുരാണം ഏറ്റവും പുര എന്ന് പറഞ്ഞാൽ പഴയത് എന്നുള്ള അർത്ഥത്തിലല്ല. ഇത് പഴയ കെട്ടിടം എന്ന് പറഞ്ഞ പോലെ പഴയ വിഷ്ണു എന്ന് പറഞ്ഞ പോലെയാണോ? ഏറ്റവും ആദ്യമുള്ളവൻ പുരാണ പുരുഷനാണവൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണ് എന്ന അർത്ഥത്തിലാണോ പുരുഷൻ? അല്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണത്വാത് പുരുഷൻ എന്നാണ്. പൂർണ്ണത്വാത് പുരുഷൻ, പൂർണ്ണതയുള്ളവൻ പുരുഷനാണ്. പുരുഷ സൂക്തത്തിൽ അങ്ങനെയല്ലേ? പുരുഷ ഏവ ഇതം സർവം പുരുഷ ഏവ. എല്ലാം ആരാണ്? പുരുഷൻ തന്നെയാണെങ്കിൽ എല്ലാം പുരുഷനാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ എല്ലാം എന്നത് എല്ലാം പുരുഷനാണെന്ന് പറയുമ്പോൾ തന്നെ ആ എല്ലാം എന്നത് കൂടെ വന്നില്ല, പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. പുരുഷ ഏവ ഇതം സർവം പുരുഷ ഏവ. ഇത് സർവവും. സർവം എന്ന് പറഞ്ഞാൽ സർവം എന്ന് പറഞ്ഞാൽ അർത്ഥം എല്ലാം. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇവിടെ എല്ലാം പുരുഷനാണെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം പൂർണ്ണത തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള പുരുഷൻ, പുരാണ പുരുഷൻ, അങ്ങനെയുള്ള പുരുഷൻ എന്താണ്? ഭക്തവത്സലൻ. വളരെ ഭക്തവത്സലനാണ്, ഭക്തന്മാരോട് വാത്സല്യമുള്ളവനാണ്. അനന്താദിഹീനൻ. അനന്താദിഹീനൻ എന്ന് പറഞ്ഞാൽ ആദിയും അന്തവും ഇല്ലാത്തവൻ. അപ്പോൾ വിഷ്ണുവിന് ഒരന്തവും ഇല്ല. വിഷ്ണുവിനൊരു അന്തവും ഇല്ല എന്നുള്ളതാണോ? നമ്മുടെ നാട്ടിലുള്ള വിഷ്ണു ആണോ അന്തമില്ലാത്തൊരു വിഷ്ണു? അങ്ങനെയാണോ അർത്ഥം പറയുന്നത്? ആദിയും അന്തവും ഇല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഒരു അന്തവും കുന്തവും ഇല്ലാത്തവൻ നല്ല പൊട്ടെന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെ തുടക്കവും അവസാനവും ഇല്ലാത്തവൻ. അപ്പം ഈ ഒരു വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലതും തറയ്ക്കണ്ടോ എന്നറിയില്ല. അതായത് ആദി അന്തം.
ആദി അന്തം എന്ന് പറയുമ്പോൾ ഒരു തുടക്കമുണ്ട്. ഒരു വസ്തുവിന് തുടക്കം ആവുമ്പോൾ അതിൽ 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തത്, ഒരു വസ്തു തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത് ദ്രവ്യമായി മാറണം. കാരണം നമുക്കത് അതിൻ്റെ ചലനം വികസിക്കുമ്പോഴാണ്, അത് ഒന്ന് വികസിക്കുമ്പോഴാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോഴാണ് നമുക്ക് ഇന്ന സമയത്ത് ഇന്ന ദേശത്ത് അത് പ്രകടമായി. അപ്പോൾ ഒരു കാലവും വന്നു, ഇന്ന സമയത്ത് അത് പ്രകടമായി എന്നൊരു കാലം വന്നു. പിന്നീട് അതൊരു ദേശം, അതിനൊരു സ്ഥലവും വന്നു. സ്ഥലം എന്ന് പറഞ്ഞാൽ ഇന്ന സമയത്തത് ഇന്ന സ്ഥലത്തത് പ്രകടമായി. പിന്നീട് അത് ചലിക്കുന്നു. ആ ചലിക്കാൻ അതിനൊരു സ്പേസ് വേണം. പ്രകടമാവാനും സ്പേസ് വേണം, ചലിക്കാനൊരു സ്പേസ് വേണം. വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ, എന്നാലേ മനസ്സിലാവണം. ഒരു ചലനം ആരംഭിക്കുമ്പോൾ ആ ചലനം ആരംഭിക്കുന്നതോടുകൂടി ഇന്ന സമയത്ത് ചലനം ആരംഭിച്ചു. അപ്പം എന്ത് വന്നു? കാലം വന്നു. കാരണം ഒരു സമയം വന്നല്ലോ. രണ്ടാമത്തതൊരു പോയിന്റിൽ ചലനം ആരംഭിക്കുമ്പോൾ അത് ഇന്ന സ്ഥലത്ത്, അപ്പോൾ ദേശം വന്നു. ഇനി അതിന് ചലിക്കാനൊരു സ്പേസ് വേണ്ടേ? അതിലല്ലേ ചലിക്കുന്നത്. അങ്ങനത്തെ സ്പേസ് മൂവ് ചെയ്യുമ്പോൾ അത് വേറൊരു ദേശത്ത് ആ ചലനം നിന്നു. അപ്പോൾ വേറൊരു കാലം വന്നു. അപ്പോൾ ഒരു തുടക്കവും വന്നു, ഒരവസാനവും വന്നു. തുടങ്ങുന്നതൊരു സ്ഥലത്തും അവസാനിക്കുന്നത് വേറൊരു പോയിന്റിൽ എന്ന് വിചാരിക്കുക. അപ്പം 2 സ്ഥലം വന്നു. അപ്പം നമ്മൾ സ്ഥലത്തിന് 2 പല ഡയമെൻഷൻസ് ഉണ്ടെങ്കിലും പൊതുവേ ഞാൻ പറയുകയാണ്, ഇപ്പം ജനിച്ചതൊരു സ്ഥലത്ത്, പറയൂ, മരിക്കും. ഇപ്പം കേരളത്തിൽ ജനിച്ചു വന്ന ഒരാൾ, അയാൾ ബോംബെയിലോ ഡൽഹിയിലോ പോയി സെറ്റിലായി. അവിടെ വെച്ച് മരിച്ചാൽ നമ്മൾ പറയും ജനിച്ചത് കേരളത്തിലും മരിച്ചത് വേറെ സ്ഥലത്താണ്, അല്ലേ? ഇപ്പം വേറെ സ്ഥലമായി. അപ്പം ഇത് 3 പരസ്പരം ആപേക്ഷികങ്ങളാണ്. ഏതൊക്കെ? കാലം, ദേശം, ദ്രവ്യം. കാലം, ദേശം, ദ്രവ്യം. കാലവും ദേശവും ദ്രവ്യവും. അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കാരണം ഒരു വസ്തു പ്രകടമാകുമ്പോൾ കാലം വന്നു, അത് പ്രകടമായൊരു സ്ഥലം വന്നു, അത് ചലിച്ച് മുന്നോട്ട് പോകുമ്പോൾ വേറൊരു സമയം വന്നു, വേറൊരു സ്ഥലം വന്നു. അതവിടെ ഡിസപ്പിയർ ചെയ്യുമ്പോൾ ആ ഒരു സമയം, ആ ഒരു സ്ഥലം, അത് ഡിസപ്പിയർ ചെയ്ത സാധനം. ഇങ്ങനെ 3 ഉണ്ടല്ലോ. ടൈമായി, സ്പേസായി, ഒബ്ജക്റ്റായി. അപ്പോൾ അവിടെ സ്പേസ് എന്നുള്ളതിന് 2 അർത്ഥമുണ്ട്. സ്പേസ് എന്ന് പറഞ്ഞാൽ ദേശം എന്നതിന് അർത്ഥം നമ്മൾ സ്പേസ് എന്നുള്ള അർത്ഥത്തിലല്ല, ഈ ഭൂമിയിലുള്ള ഒരു ഇടം, അങ്ങനെ അർത്ഥം എടുക്കാവും. കാരണം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തെ നമുക്ക് സൂചിപ്പിക്കണമെങ്കിൽ റിലേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വസ്തു വേണം. മനസ്സിലാവുണ്ട് ഞാൻ പറയുന്നത്? ഇനി നിങ്ങൾ ഇതെല്ലാം എവിടെയാണ് സംഭവിക്കുന്നത്? ഇതെവിടെയാണ് സംഭവിക്കുന്നത്? അതായത് ഒരു സാധനം പ്രകടമായി അത് മൂവ് ചെയ്ത് വേറെ സ്ഥലത്ത് അത് ഡിസപ്പിയർ ചെയ്യുന്നതൊക്കെ എവിടെയാണ് സംഭവിക്കുന്നത്? സ്പേസിലാണ്, അന്തരീക്ഷത്തിലാണ്. എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം തരണം. ആ സ്പേസിന് കാലമുണ്ടോ? ഒരു സാധനം പ്രകടമാകുന്നതിന് മുമ്പ് എന്ത് വേണം? സ്പേസ് അവിടെ ഉണ്ടാവണം. ഒരു സാധനം അപ്രകടമാവുന്ന സമയത്തും സ്പേസ് വേണം. ആ സ്പേസ് നേരത്തെ ഉള്ളതായതുകൊണ്ട് അതിന് കാലമുണ്ടോ? അതിന് ദേശമുണ്ടോ? ഇല്ല. അതിലാണ് എല്ലാം നിൽക്കുന്നത്. അപ്പം അത് എല്ലാ കാലത്തിലുമുണ്ട്. മനസ്സിലായില്ല? എല്ലാ കാലത്തിലും അത് ഉണ്ട്, എല്ലാ സ്ഥലത്തും അതുണ്ട്. അങ്ങനെയാണോ അത് പറയേണ്ടത്? ശരിക്കും ആ ഭാഷ ശരിയാണോ? എല്ലാ കാലത്തിലും അതുണ്ട് എന്നാണോ? നിങ്ങൾക്ക് ഞാൻ പറയണത് യുക്തി മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. എല്ലാ കാലത്തിലും അതുണ്ട്, എല്ലാ സ്ഥലത്തിലുമുണ്ട്. അങ്ങനെയാണോ അത് ശരി ഭാഷ? പിന്നെ ഏതാ ഭാഷ? എന്താ ഭാഷ? കാലത്തിന് അതീതമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
എല്ലാറ്റിലും അതുണ്ട്, എല്ലാ സമയത്തും അതുണ്ട് എന്ന ഭാഷയാണോ ശരി? എല്ലാം അതിലുണ്ട്, എല്ലാം അതിലുണ്ട്. എവിടെ നിന്നും വരുന്നുമില്ല, അതെങ്ങോട്ടും പോകുന്നുമില്ല. അതവിടെ പൂർണ്ണമായി നിലനിൽക്കുന്നു. അപ്പൊ പൂർണ്ണമായതിനൊരിക്കലും കാലവും ദേശവുമില്ല. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് കുറച്ചുകൂടി പുറകോട്ട് പോവാം. ഈ ചലനത്തെ അറിയുന്നത്, ഈ സ്പേസിനെ അറിയുന്നത്, ഇതൊക്കെ ആരാ അറിയുന്നത്? ഇതറിയുന്നത് ആരാണ്? ഈ ചലനത്തെ മുഴുവൻ അറിയുന്നത് ബോധമാണ്. ബോധം അറിയുന്നത് കൊണ്ടല്ലേ കാലമായത്? ചലനത്തെ അറിയുമ്പോഴാണ് കാലം വരുന്നുള്ളൂ. അറിവില്ലെങ്കിൽ, കാരണം ഇത് പ്രകടമായി എന്ന് അറിയണമല്ലോ. അപ്പം ഇത് പ്രകടമായി എന്ന് അറിയുന്നത് എവിടെയാ? ബോധത്തിലാണ്. അത് ഇന്ന സ്ഥലത്താണ് പ്രകടമായത് എന്നും അറിയുന്നത് ബോധത്തിലാണ്. അപ്പൊ ബോധത്തിലാണ് ഈ ചലനങ്ങളെല്ലാം നമ്മൾ അറിയുന്നെങ്കിൽ ബോധം നിരീക്ഷകനാണ്. നമ്മൾ മുമ്പേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബോധം നിരീക്ഷകനാണ്. അപ്പൊ നിരീക്ഷകനായ ബോധത്തിലാണ് ഈ ചലനങ്ങളെല്ലാം നാം അറിയുന്നത്, മനസ്സിലാക്കുന്നത്. എങ്കിൽ ആ ബോധം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ചലനത്തിൻ്റെ കൂടെയാണോ അതോ ചലനത്തിനും കൂടെ വന്നില്ല? ഇപ്പം നമ്മൾ ഈ കാലം മെഷർ ചെയ്യുന്നതിന് മുമ്പ്, കാലം അല്ലെങ്കിൽ ഒരു വസ്തു പ്രകടമായി നമ്മളത് അറിയുന്നതിന് മുമ്പ് ബോധം ഉണ്ടോ? ബോധമുണ്ട്. ഇനി ഇതെല്ലാം മൂവ് ചെയ്യുമ്പോഴും, അതായത് പ്രകടമായത് മൂവ് ചെയ്യുമ്പോഴും ബോധം അവിടെയുണ്ട്. ഇനി പ്രകടമായത് അപ്രകടമാകുന്നു, ഡിസപ്പിയർ ചെയ്യുമ്പോഴും എന്തുണ്ട്? ബോധം അവിടെയുണ്ട്. അപ്പൊ ബോധം ഒരിക്കലും ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ, ഈ കാണുന്ന ചലനത്തിൻ്റെ ഭാഗമല്ല, കൂടെയല്ല. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ, ഇനി വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ, അപ്പം അങ്ങനെയുള്ള ബോധം അത് എവിടെ നിന്നും വരുന്നുമില്ല. കാരണം എവിടെ നിന്ന് വരുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമായി. എന്തു പറ്റി? അത് എവിടെ നിന്നോ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമുള്ളത്? നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറയുന്നതിൻ്റെ യുക്തി? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചിന്തിക്കണം, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ചോദ്യം വരണം. ഈ ബോധം എവിടെ നിന്നോ വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതില്ലാത്തൊരു അവസ്ഥ ഒരിടത്തുണ്ട്, നമ്മൾ സമ്മതിക്കണ്ടേ? നല്ല അവിടേക്ക് വന്നു എന്ന് പറയാൻ പറ്റുക? ഒരിടത്തില്ലാതിരിക്കുമ്പോഴല്ലേ അതിന് വരാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഇല്ലാത്തതായ ഒരു അവസ്ഥയെ ചിന്തിക്കാനും അപ്പോഴും എന്തു വേണം? ബോധം വേണം. ഒരു വസ്തു ഇല്ലാത്ത അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഉറക്കത്തിൽ നമുക്കൊന്നിനെക്കുറിച്ചും ചിന്തയില്ല, പക്ഷെ അപ്പോഴും ബോധം അവിടെ കിടക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഓർമ്മകളൊന്നും നശിക്കാതെ അവിടെ നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബോധസത്തയ്ക്ക് നിങ്ങളുടെ ചലനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് സത്യമാണ്. നിൽക്കാം, ഒന്നുകൂടി ഉറപ്പിക്കാം നമുക്ക്. അപ്പം ഈ ചലനങ്ങളൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ബോധമുണ്ടെങ്കിൽ ബോധം എവിടെ നിന്നും വന്നതല്ല, ബോധം നേരത്തെ തന്നെ അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബോധത്തെയാണ് നമ്മൾ ഈശ്വരൻ പരമാത്മാവെന്ന് വിളിക്കുന്നെങ്കിൽ ഈ ഈശ്വരൻ പരമാത്മാവ് ഒരു പർട്ടിക്കുലർ ദേശത്തിൽ ഒതുങ്ങി നിൽക്കുമോ? ഇപ്പം നമ്മൾ ഗുരുവായൂരിലാണ് ഗുരുവായൂരപ്പൻ എന്നത്, ശബരിമലയിലാണ് അയ്യപ്പൻ എന്നത്, സ്വർഗത്തിലാണ് ദൈവം എന്നത്, ആ കൺസെപ്റ്റ് ശരിയാകുമോ? കാരണം അവിടെയാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് എന്ന് പറയുമ്പോഴേക്കും ഒരു ദേശം മാറി. ഈ ദേശത്തിലില്ല, ആ ദേശത്തിൽ. ദേശപരിമിതിയിൽ എന്തൊതുങ്ങുന്നുണ്ടോ അത് രൂപം മാത്രമാണ്. ഇവൺ മോഡേൺ സയൻസ് സമ്മതിച്ചൊരു കാര്യമുണ്ട്, സ്ഥൂലമായ വസ്തു പ്രകടമാകുമ്പോൾ മാത്രമേ കാലം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സൂക്ഷ്മമായതിനെ ഒരിക്കലും കാലബാധകമല്ല. സൂക്ഷ്മമായതിനൊരിക്കലും, ഇപ്പം നിങ്ങളുടെ ശരീരത്തിന് നോക്കൂ, നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾ ശ്വസിക്കുന്ന വായുവിന് കാലപ്പഴക്കമുണ്ടോ? നിങ്ങൾ ശ്വസിക്കുന്ന വായുവിന് കാലപ്പഴക്കമുണ്ടോ? എന്തുകൊണ്ടില്ല?
നിങ്ങൾക്കതിനെ കാലപ്പഴക്കത്തിൽ എടുക്കാൻ സാധ്യമില്ല. എന്നാൽ ഏതിനുണ്ട്? ശരീരത്തിനുണ്ട്. ശരീരത്തിൻ്റെ കാലവും പഴക്കവും നമുക്കത് ജനിച്ചിട്ടുണ്ട്, വളരുന്നുണ്ട്, ഇത്ര പ്രായമായി. എന്നാൽ നിങ്ങൾ ശ്വസിക്കുന്ന വായു എന്ന് ജനിച്ചു, എന്ന് മരിക്കും? കണ്ടുപിടിക്കാൻ പറ്റുമോ? അതിന് കാലം ബാധകമല്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ശരീരത്തിൻ്റെ ചൂട്, ഈ ചൂട് അതിലുണ്ടല്ലോ, ശരീരത്തിൻ്റെ കാലപ്പഴക്കമായിട്ട് അതിന് ബന്ധമുണ്ടോ? പറയൂ, ഇല്ല. ഇതുപോലെ നിങ്ങളുടെ ചിന്തകൾക്കും കാലപ്പഴക്കം ബാധകമല്ല. അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? സൂക്ഷ്മശക്തി കാലത്തിന് അതീതമാണ്.